ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ VFAയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബെവ്കോ LDയുടെയും നമ്മുടെ LGS അല്ലേ, കമ്പനി ബോർഡ് LGSൻ്റെയും ഒക്കെ പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ബുക്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. പക്ഷെ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാനും നോക്കരുത്. കാരണം ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ LDCയുടെ ടൈമിൽ നല്ലോണം നോട്ട്സ് എഴുതിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട്സ് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോച്ചിങ്ങിന് പോയി പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് കോച്ചിങ് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോച്ചിങ്ങും എനിക്ക് പറ്റില്ല, കമ്പൈൻ സ്റ്റഡിയും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡിയാണ്. സെൽഫ് സ്റ്റഡി ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുകയാണ്. അതായത് നമ്മുടെ ടെലിഗ്രാം, യൂട്യൂബ്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ നമ്മുടെ പുറത്തുനിന്ന് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ്, കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ LDC കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കെട്ടിപ്പെറുക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഇനി ആവശ്യമാണല്ലേ. ഇനി VFAയും അതുപോലെ തന്നെ ബെവ്കോ LD എല്ലാം 10th ലെവലിലുള്ള എക്സാംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് വീണ്ടും പഴയതുപോലെ ഇടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് കുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതിന് നോക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് കുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടക്കം മുതലേ അത് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് ഇപ്പോഴും ഉണ്ട്. അത് കിട്ടുമോ കാരണം ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കിയിരുന്ന ഒരു എക്സാമാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാരണം ഞാൻ മാക്സിമം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. അപ്പോൾ അത് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് 2 പേപ്പർ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ കുറേ പേര് മോട്ടിവേഷൻ തരാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പലപ്പോഴും അത് എന്താണെന്നറിയില്ല. അതങ്ങനെ കേട്ടതിന് ശേഷം എനിക്ക് ആ ഒരു ഇതിനോട് വലിയൊരു അങ്ങോട്ടങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ പക്ഷെ എന്നാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുള്ളതും നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ ബുക്സൊക്കെ ഈ LDCയുടെ ഇത് വെച്ചിട്ട് നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഇപ്പോൾ പൊടിയായിട്ട് എടുത്ത് അതിനെയൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കി വെക്കണം. ഒതുക്കി വെച്ചതിന് ശേഷം വേണം ഇനി വൃത്തിയായിട്ടുള്ളൊരു ടൈം ടേബിൾ ഇടണം VFAയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. ബിക്കോസ് നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും നമുക്കൊരു 1 ഇയർ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരിക്കലും എന്തെങ്കിലും കാണിച്ചു കൂട്ടി LDCക്കൊക്കെ ചെയ്ത പോലെ 10-60 ദിവസം 10-70 ദിവസം ഇരുന്ന് പഠിച്ച പോലെ അല്ലാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളാണ് ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത്. പിന്നെ ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാതിരിക്കുക കേട്ടോ. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ PSC എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ PSCക്ക് പഠിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ PSCക്ക് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി സമരത്തിനും കൂടെ പോകണ്ടേ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു PSC എഴുതുന്ന ഒരാളും നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളും ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഇതൊന്നും മറ്റുള്ളവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ 1-2 ആൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലതും നടക്കുമോ, ഇതൊക്കെ കിട്ടാൻ പോകുമോ, കുറേ ആയില്ലേ എന്നൊക്കെ അങ്ങനെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്നാൽ കൂടി കുഴപ്പമില്ല അല്ലേ, നമ്മൾ ഒരു ദിവസം നമ്മൾ സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ വേറെ ആരും പറയുന്ന അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം ഫങ്ഷൻസിനൊക്കെ പോക്കൊക്കെ കുറവാണ്. കാരണം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനൊരു ഉത്തരമില്ലാതാവുന്ന സമയത്ത് നമ്മളിപ്പോൾ പലയിടത്തുനിന്നും ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കാം, നമ്മുടെ മാക്സിമം നോക്കാം. നമുക്ക് പറ്റിയൊരു എക്സാം വരുന്നത് വരെ നമുക്ക് നോക്കാം. അതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നാട് മുഴുവൻ പറഞ്ഞ് പഠിക്കാതിരിക്കുക. ഓക്കെ, എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകുന്നു, ആ ഒരു രീതിയിലുള്ള ടോക്കാണ് നമുക്ക് കൂടുതൽ സേഫ്
ബിലീഫ്. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സക്സസ്ഫുള്ളായി കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മൾ തോറ്റ് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണല്ലേ നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ സക്സസ്ഫുള്ളായി കാണണം എന്നുണ്ടെങ്കിൽ അത് വളരെ കൈവിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത മൂവ് എന്താണെന്നുള്ളത് ആരും അറിയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊരു ദിവസം നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട് നമ്മൾ നിൽക്കുന്നൊരു സീനൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കില്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു ടോക്ക് കൊണ്ടുപോകുന്നതായിരിക്കും മാക്സിമം നല്ലത്. ഇപ്പം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ആരും ചോദിക്കുന്ന സമയത്ത് PSC പഠിക്കുന്നു എന്നൊന്നും ഇനി പറയുന്നില്ല. എന്ത് ചെയ്യുന്നു, വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു ടൈപ്പിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. കാരണം ഇന്നിപ്പോൾ ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ 10th ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബുക്കെല്ലാം ഞാനിപ്പോൾ തിരിച്ചെടുത്ത് വെച്ചു, പൊടി തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ടൈം ടേബിൾ ഇടണം. ഓൾറെഡി ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ടുള്ളൊരു പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നല്ല രീതിയിൽ ടൈം കൊടുത്തിട്ടുള്ളൊരു പഠനം തന്നെയാണ് ഇനി ഉദ്ദേശിക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു എക്സാമിൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും, എൻ്റെ മാക്സിമം ഞാൻ നോക്കും. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഞാനത് നിർത്തും. അങ്ങനെ ഈ VFയോടുകൂടി ഞാൻ PSC പഠനവും ഞാൻ നിർത്തും എന്നുള്ളൊരു ഇതിലാണ് ഞാനുള്ളത്. ഒന്നില്ലെങ്കിൽ ജോലി വാങ്ങും, അല്ലെങ്കിൽ ഇതോടുകൂടി ഇത് നിർത്തും. അങ്ങനെ ഒരു ഇതെനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ നാളെ അത് മാറിയാലും മാറും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു വാശിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റത്തെ നമ്മുടെ ഒരു ഹോപ്പായിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇനി ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. നമുക്ക് പഠിക്കാനായിട്ട് കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോകാനായിട്ട് നോക്കുക. റിവിഷനും കാര്യങ്ങളും നോക്കുക. ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക. ഒരു ചെറിയ നോട്ട് മേടിക്കുക. എന്നിട്ട് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, റിവിഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കി വെച്ച് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടാതെ ഇരിക്കുകയൊന്നുമില്ല. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് PSC പരീക്ഷകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ എക്സാമുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിന്ന് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കി ടൈം ഓരോ ടോപ്പിക്കിനും ഓരോ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും പഠിക്കാനായിട്ട് തുടങ്ങുന്നില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാനായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും SCERT സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കണ്ടിന്യൂ ചെയ്ത് പോകും, ഇതും കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെന്താ എടുക്കുക കേട്ടോ. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.